16ാമത് ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ തിളങ്ങി ഇന്ത്യയുടെ പെൺകരുത്തുകൾ. തിരുവനന്തപുരം കാര്യവട്ടം LNCPയിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി 430 പെൺകുട്ടികളാണ് മത്സരരംഗത്ത് ഇറങ്ങിയത്. ഇടത് വെച്ച് വലതു വെട്ടി വലതു മാറി, അടവുകളൊന്നും പിഴയ്ക്കാത്ത ചുവടുകൾ. LNCPയിൽ അരങ്ങേറിയ ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ കണ്ടത് മത്സരാർത്ഥികളുടെ പോരാട്ട വീര്യമാണ്. ഇന്ത്യയിലെ 18 സംസ്ഥാനങ്ങളിൽ നിന്നായി 856 മത്സരാർത്ഥികളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത്. കേരളത്തിൽ നിന്ന് മാത്രം പങ്കെടുത്തവരുടെ എണ്ണം 170. കോൽത്താരി, അങ്കത്താരി, മെയ്ത്താരി എന്നിങ്ങനെയുള്ള മത്സര ഇനങ്ങളിൽ പെൺകരുത്തും ഒട്ടും കുറവല്ല. ആകെ പങ്കെടുത്തവരിൽ 430 പേര് പെൺകുട്ടികളാണ്. കളരിപ്പയറ്റ് बहुत ही प्यारा गेम है. As we all know, it is mother of all the martial arts. ഒരുപാട് ദിവസത്തെ പ്രാക്ടീസിൻ്റെ റിസൾട്ടാണ് വാൾപ്പയറ്റിൽ ഫസ്റ്റ് ദേശീയ തലത്തിൽ കിട്ടുകയെന്ന് പറയുന്നത്. ഈ ദേശീയ തലത്തിൽ ഫസ്റ്റ് കിട്ടുന്നതോടെ ഞങ്ങൾക്ക് നാഷണൽ ഗെയിംസ് എന്ന് പറഞ്ഞൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് തുറന്നു വരുന്നത്. 2013 മുതൽ കണ്ടിന്യൂസ് ആയിട്ട് നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ നിൽക്കുന്നുണ്ട്. നല്ല എഫേർട്ട് ഇട്ടിട്ടാണ് ഈ ഒരു വിജയം ഇപ്പോൾ നേടിയെടുത്തിട്ടുള്ളത്. കേരളത്തിൽ നിന്ന് പങ്കെടുത്തവരിൽ 90 പേരും പെൺകുട്ടികളാണ്. ഇവരുടെ അധ്യാപകർക്കും മാതാപിതാക്കൾക്കും പങ്കുവെക്കാനുള്ളത് അഭിമാന നിമിഷങ്ങൾ. നിരവധി പെൺകുട്ടികൾ പാർട്ടിസിപ്പേഷൻ വരുന്നുണ്ട്. പണ്ട് കാലങ്ങളിലുള്ളതിനേക്കാളും കൂടുതലായിട്ട് ഓരോ കൊല്ലങ്ങളിലും പെൺകുട്ടികളും ആൺകുട്ടികളും കളരിപ്പയറ്റിൻ്റെ ചാമ്പ്യൻഷിപ്പുകളിൽ കൂടുതലായിട്ട് മത്സരത്തിനായിട്ട് വരുന്നുണ്ട്. ഇന്ത്യയിലെ നിരവധി കളരിപ്പയറ്റ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അവസരം വളരെയധികം വിനിയോഗിക്കാവുന്നതാണ്. അപ്പം കളരിപ്പയറ്റിനെ ഇനി ഏഷ്യൻ ഗെയിംസിലേക്കും ഒളിമ്പിക്സിലേക്കും വരുന്ന രീതിയിൽ തന്നെ ഇതായി വരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കളരി വെറും മത്സര ഇനമല്ല, ആത്മവിശ്വാസം വളർത്തുന്നത് മുതൽ സ്വയം പ്രതിരോധത്തിന് വരെ ഈ ആയോധന കലയുടെ പരിശീലനം സഹായിക്കുന്നു. എൻ്റെ കളരിയിൽ കൂടുതലും പെൺകുട്ടികളാണ് പഠിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് കുറച്ച് കുട്ടികൾക്ക് സ്വയരക്ഷ, ആത്മവിശ്വാസം പകരാൻ കളരിപ്പയറ്റ് കൂടുതൽ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. കുട്ടികൾ അതിന് മാത്രം വളർന്നു വരുന്നുമുണ്ട്. ഇപ്പം കോളേജും സ്കൂളും എല്ലാ ആക്രമണം നടക്കുന്ന സമയത്ത് സെൽഫ് ഡിഫൻസ് എന്ന നിലയിൽ കുട്ടികൾ അത് കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യിക്കുന്നുണ്ട്. കളരി അഭ്യസിക്കുന്ന പെൺകുട്ടികളുടെ എണ്ണം വർഷം തോറും കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ കേരള കളരി അസോസിയേഷനും പെൺകുട്ടികൾക്ക് വലിയ പിന്തുണയുമായി രംഗത്തുണ്ട്. അതുപോലെ സ്റ്റേറ്റ് ലെവലിൽ വന്നിട്ട് കഴിഞ്ഞാൽ 200 മേലെ പാർട്ടിസിപ്പേഷൻ ഉണ്ട്. അതിൽ 100-ൽ കൂടുതൽ ആൾക്കാർ പെൺകുട്ടികളാണ്. അപ്പോൾ ഇത് പെൺകുട്ടികൾ ഇപ്പോൾ ഈ രംഗത്തേക്ക് കൂടുതൽ കടന്നു വരുന്നുണ്ട്. അത് ഇനിയും കൂടുതൽ ഉണ്ടാവണം. അപ്പോൾ അതുപോലെ സ്കൂളുകളിൽ ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതുണ്ടാവണം. അതിൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ഇത് ചെയ്യേണ്ടതൊരു അത്യാവശ്യമാണ്. സ്ത്രീ സുരക്ഷ പലപ്പോഴും വെല്ലുവിളിയാകുന്ന ഈ സമൂഹത്തിൽ യുവതലമുറ കളരി പോലുള്ള ആയോധന കലകൾ പഠിക്കുന്നത് പ്രതീക്ഷ നൽകുന്നു. ഇത്തരം ആയോധന കലകൾ സ്ത്രീകൾക്ക് നൽകുന്ന ആത്മവിശ്വാസവും കരുത്തും ചെറുതല്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം.